ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായൊരു നിലപാടാണ് വന്നതെങ്കിൽ ഇവിടെ എക്സിറ്റ് പോളുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തേജസ്വി യാദവ് 5000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണെന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ വളരെ ഞെട്ടിക്കുന്ന വിവരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബീഹാറിൽ മഹാസഖ്യം ഉയർത്തിക്കാട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, യുവ നേതാവ് നിതീഷ് കുമാറിനെ പോലെ ഇത്രയും പ്രായമുള്ള ഒരാളുടെ കയ്യിൽ ഭരണം കൊടുക്കണോ? യുവാക്കൾ ഒന്നിച്ചു നിൽക്കൂ, യുവാക്കൾക്ക് വേണ്ടി താൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞതാണ് തേജസ്വി. പക്ഷേ ആ യുവത്വത്തിനെ അംഗീകരിക്കാൻ ബീഹാറിലെ ജനത തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മറ്റു നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കടന്നു കയറാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ നേട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സതീഷ് കുമാർ വലിയ നേട്ടമുണ്ടാക്കുക തന്നെയാണ് ഈ ഘട്ടത്തിൽ. കൃത്യമായി പറഞ്ഞാൽ 5000-നടുത്ത് വോട്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു ആ ലീഡ് നില എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലീഡ് നില മാറി മറിയുകയാണ്. പക്ഷേ വലിയ മാറ്റം ഉണ്ടാകുന്നത് NDAയിലും JDUവിലും മാത്രമാണ്. കാരണം बिल्कुल ये नेता नीतीश कुमार के जिसके द्वारा जो किया गया काम है उस पर जनता ने अपना एक मुफ्त मोहर लगाया है. महिलाओं ने लगाया है, युवाओं ने लगाया है, पुरुषों ने लगाया है. തീർച്ചയായും ജനങ്ങളുടെ പ്രതികരണം വരുന്നു. നിതീഷ് കുമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പദ്ധതികൾ, അതൊക്കെ തന്നെയാണ് ഈ വിജയത്തിന് കാരണമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ 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 ആഘോഷങ്ങൾ തന്നെയാണ് കാണുന്നത്. ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. ശംഖൂതിക്കൊണ്ടാണ് പ്രവർത്തകർ ആഘോഷങ്ങളിൽ അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ये बहुत बड़ी जीत है, सुशासन की जीत है, बिहार की जनताओं की जीत है, माताओं बहनों महिलाओं की जीत है. बहुत ही खुश है. 2025 से 30 फिर से नीतीश कुमार. എല്ലാവരും എടുത്തു പറയുന്നത് സ്ത്രീകളുടെ വിജയമാണ്, പെൺകുട്ടികളുടെ വിജയമാണ്. അത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം NDA അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ സർക്കാർ നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇത് തന്നെയാണ് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചത്. സ്ത്രീകൾ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന സംസ്ഥാനം എന്ന നിലയിൽ തന്നെ സ്ത്രീകളുടെ മനസ്സ് എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുകയാണ്. 47.35% വോട്ട് യഥാർത്ഥത്തിൽ NDA ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അതായത് 37% വോട്ടുകളാണ് മഹാഗഡ്ബന്ധന് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു കണക്കുകളൊക്കെ ഇനി കുറച്ച് അല്പം കഴിയുമ്പോഴായിരിക്കും മാറി മറിയുക. ഏതായാലും 20 വർഷത്തെ ഒരു നിതീഷ് കുമാറിന്റെ ഒരു അധികാരത്തിന് തടയിടാനുള്ള മഹാഗഡ്ബന്ധന്റെ അല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ ശ്രമങ്ങൾക്ക് കിട്ടിയ ശക്തമായ തിരിച്ചടിയായി മാറുകയാണ് മഹാഗഡ്ബന്ധന്റെ ഈ വലിയ പിന്നിലേക്ക് പോക്ക്. 51 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. 188 ഇടങ്ങളിലും NDA ലീഡ് ചെയ്യുന്ന ശക്തമായ കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം AIMIMന്റെ 3 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. തേജസ്വി യാദവിനെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം കൂടി ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. 5000-ലധികം വോട്ടുകൾക്ക് പിന്നിലാണ് നിലവിൽ തേജസ്വി യാദവ്. അതേസമയം BJPയെ സംബന്ധിച്ച് BJPയുടെ നേരത്തെ പിന്നിൽ നിന്ന് പല സ്ഥാനാർത്ഥികളും മുന്നിലേക്ക് വരുന്ന കാഴ്ച. 5000-ഓ അതിൽ 6000-ഓ വോട്ടുകളുടെ ഒരു ലീഡ് BJPയുടെ പിന്നിൽ നിന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനം വിജയകുമാർ സിൻഹ എന്നുള്ള BJPയുടെ ഉപപ്രധാനമന്ത്രിയുടെ കാര്യമാണ്. ആദ്യം അദ്ദേഹം ലഖിസരായ് മണ്ഡലത്തിൽ പിന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബഹുദൂരം മുന്നിലെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പട്ടികയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒപ്പം BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. മൈഥിലി ഠാക്കൂർ അടക്കമുള്ള നേതാക്കൾ, അതായത് അവരെല്ലാം വലിയ നേട്ടം ഉണ്ടാക്കുന്നു. എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യം ഉറപ്പാക്കി BJPക്ക് NDAക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ പോയത് പക്ഷേ കോൺഗ്രസിന് തന്നെയാണ് എന്നുള്ളതാണ്. 5 എന്നുള്ള നിലവിൽ 6 എന്നുള്ള നിലത്തിലേക്ക് നില മെച്ചപ്പെടുത്തുകയാണ്. പക്ഷേ 19 സീറ്റുകൾ 2020 കോൺഗ്രസിന് കിട്ടിയിരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോഴാണ് ഈ 6 എത്ര ദയനീയമായുള്ള കോൺഗ്രസിന്റെ അവസ്ഥയാണ് എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നത്. ഒരു നേരത്തെ നമ്മുടെ സ്ക്രീനിൽ തന്നെ കണ്ടതുപോലെ താമര അങ്ങനെ എല്ലായിടത്തും സമഗ്രമായി വിരിയുകയാണ് എന്നുള്ളതാണ് ഒരു
അത് തന്നെയാണ് കോൺഗ്രസിനെയൊക്കെ തളർത്തുന്നത്. അവരുടെ ക്യാമ്പുകളിൽ ദൃശ്യങ്ങളിൽ ഒരിടത്തും കണ്ടില്ല കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ RJDയുടെയോ വിജയക്കൊടി പാറിക്കുന്നത് ഒരിടത്തും കണ്ടില്ല. നേരെ മറിച്ച് RJDയുടെയും BJPയുടെയൊക്കെ പതാകകൾ ആഞ്ഞു വീശുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാമ്പ് ആകെ ശോകമൂകമായ അവസ്ഥയിലാണ്. എന്ത് പറഞ്ഞാണ് അവരൊരു പതാക ഉയർത്തുക RJDയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു നാണക്കേട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാം ശോകമുഖമായിരിക്കുമ്പോൾ അപ്പുറത്തെ മുന്നണി രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു എന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ തേജസ്വിയുടെ വീട്ടിൽ ആൾ ഒഴിഞ്ഞു എന്നാണ്. അതായത് ആരും തന്നെ ആ പരിസരത്തില്ല. അത്ര ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പുറത്തെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വരെ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏകദേശ സൂചനകൾ ലഭിക്കുന്നത്.